അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ മുത്തുനബിയുടെ സ്വഹാബാക്കളിലെ പ്രമുഖരായ ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിനിക്ക് അവിടുത്തെ ബാപ്പ, അതായത് ബഷീർ റളിയല്ലാഹു അൻഹു തൻ്റെ സ്വത്തുക്കളിൽ നിന്ന് കുറച്ച് സ്ഥലം തൻ്റെ മകൻക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട മകനായ നുഅ്മാനിനോട് വലിയ താല്പര്യം ബഷീർ റളിയല്ലാഹു അൻഹുവിനിക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തു കൊടുത്തപ്പോൾ വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. ഈ ബഷീർ റളിയല്ലാഹു അൻഹുവിനിക്ക് ഈ നുഅ്മാൻ എന്നുള്ളത് ഒരു ഭാര്യയിൽ നിന്നുള്ളൊരു കുട്ടിയാണ്. അതേസമയത്ത് ബഷീർ എന്ന ഈ സ്വഹാബിക്ക് നുഅ്മാനല്ലാത്ത ഭാര്യമാരെന്ന മക്കളുമുണ്ട്. അങ്ങനെ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിനിക്ക് ഈ സ്വത്ത് കിട്ടിയപ്പോൾ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, അല്ല, എൻ്റെ മോനിക്ക് നിങ്ങൾ ഇങ്ങനെ സ്വത്തൊക്കെ കൊടുത്തല്ലോ, ഇതുപോലെ നിങ്ങളെ മക്കൾക്ക്, ബാക്കിയുള്ള ഭാര്യമാരുന്ന മക്കൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ കൊടുത്തിട്ടില്ല, എനിക്ക് ഈ മോനോട് വലിയ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ കൊടുത്തത്. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ആ ഉമ്മാൻ്റെ ഈമാന്. ആ ഉമ്മ പറഞ്ഞു, ഇല്ല, ഞാനത് സമ്മതിക്കില്ല. നിങ്ങളുടെ ബാക്കിയുള്ള മക്കൾക്ക് ഒരുപോലെ വീതിച്ചു കൊടുത്തിട്ട് അതുപോലെ എൻ്റെ മകനിക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കും, അല്ലെങ്കിൽ ഈ കൊടുത്തത് മുത്തുനബി സമ്മതിക്കണം, എന്നെങ്കിലേ അത് ഞാൻ എൻ്റെ മകന് സ്വീകരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് ആ ബഹദി പറഞ്ഞപ്പോൾ നോക്കണം, പലപ്പോഴും അങ്ങനെ ആയിരിക്കൂലല്ലോ, എൻ്റെ മകനിക്ക് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുകയല്ലോ. പക്ഷേ അതെല്ലാം സ്വഹാബിയത്തായ മഹ്ദിമാരുടെ ഉമ്മമാരുടെ ചിന്ത എന്തൊരു ഈമാനുള്ള ചിന്തയാണ്. ഒരിക്കലും അത് സമ്മതിച്ചില്ല. അങ്ങനെ ഈ വിഷയം മുത്തുനബിയുടെ ഹദറത്തിലേക്കെത്തി. വിഷയങ്ങളൊക്കെ മുത്തുനബി മനസ്സിലാക്കി. അവിടെ നിന്ന് ബഷീർ റളിയല്ലാഹു അൻഹുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അവിടെ നിന്ന് പറഞ്ഞു, ഇല്ല, ഞാൻ ബാക്കിയുള്ള മക്കൾക്കൊക്കെ കൊടുത്തിട്ടില്ല, ഈ മകനോട് മാത്രമാണ്. അപ്പോൾ മുത്തുനബി പറഞ്ഞു, അത് ശരിയല്ല, മക്കളോട് പിരിശം കാണിക്കണം, ഇഷ്ടം കാണിക്കണം, താല്പര്യം പലപ്പോഴും പല മക്കളൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു കാര്യങ്ങൾ വീതിച്ചു കൊടുക്കുമ്പോഴൊക്കെ എല്ലാവരോടും നീതി കാണിക്കണം. മക്കളോട് ഒരിക്കലും അനീതി കാണിക്കാൻ പാടില്ല, ആരെയും ആക്രമിക്കാൻ പാടില്ല, എല്ലാ മക്കളും ഒരുപോലെയാണല്ലോ എന്നൊരു വലിയൊരു സന്ദേശം മുത്തുനബി അതിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലും നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഒന്ന്, ആ ഉമ്മാൻ്റെ ആ മഹദി സ്വഹാബിയത്തായ ആ ഉമ്മാൻ്റെ ഈമാനാണ്, ആ മനസ്സിൻ്റെ വിശാലതയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തോ ആണെങ്കിലും പ്രശ്നമില്ല, എൻ്റെ മകനിക്ക് എല്ലാം കിട്ടണം എന്നുള്ള ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തത്, മക്കളോട് നല്ല നീതി കാണിക്കുന്ന മാതാപിതാക്കളാകണം. അത് ഉമ്മയാണെങ്കിലും അത് വാപ്പയാണെങ്കിലും അപ്പോഴേ മക്കളിൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടുകയുള്ളൂ എന്നും നാം മനസ്സിലാക്കണം. അതാണ് മുത്തുനബി ഇതിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിയായ കാര്യങ്ങൾ നല്ലതുപോലെ പഠിക്കാൻ അവൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.